അപ്പോൾ അടുത്ത പാർട്ട് തുടങ്ങി കൂട്ടുകാരെ. ഇതെന്താണെന്നറിയാവോ? ഇവിടുത്തെ ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. നമ്മുടെ നാട്ടിലും ഇത് ശരിക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. വളരെ ചെലവ് ചുരുക്കം. ഒരു ചാക്കിനകത്ത് കളറടിച്ച് ഓരോ കളറിലുള്ള വേസ്റ്റുകൾ അവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് നമുക്കിതൊക്കെ നാട്ടിലും ചെയ്തുകൂടാ എന്നേരം കണ്ടപ്പോൾ ഞങ്ങൾ ആലോചിച്ചു. എന്നൊക്കെ നമ്മുടെ ഗവൺമെൻറ് ചെയ്യട്ടെ അല്ലേ. ഇങ്ങനെ ഞങ്ങളുടെ യാത്ര ഇതേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി 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 ഓരോ സ്ഥലങ്ങളും. ഇതെങ്ങോട്ടുള്ള യാത്രയാണെന്നറിയോ? നമ്മുടെ സൈലന്റ് വാലിക്കുള്ള യാത്രയാണ്. ആ യാത്ര നമ്മൾ കടന്നു പോകുന്നത് കൊച്ചു കൊച്ചു പള്ളികളും പിന്നെന്താണ് ചെറിയ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും ഉള്ള ഒരു കുഞ്ഞു സ്ഥലത്തോടു കൂടിയാണ് നമ്മുടെ യാത്ര. പള്ളി കണ്ടപ്പോൾ നമ്മളൊന്ന് നിർത്തി, ഇനി ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ദേ വീണ്ടും അവിടെ നിന്ന് പോയി. കണ്ടോ? ഓരോരോ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ, സാധാരണക്കാരായ കുറേ മനുഷ്യർ ജീവിക്കുന്ന ഒരു കൊച്ചു സ്ഥലം. ഇവിടെയൊക്കെ നമ്മൾ പോയി കണ്ടാലുണ്ടല്ലോ, അവിടെ ഇറങ്ങി നിന്ന് വർത്താനമൊക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സമയമില്ലായിരുന്നു. കണ്ടോ? കുറേ കുറേ അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ സ്ഥലമാണേ. അവരെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു പുറം ലോകം എന്ന് പറയുന്നത് അവരുടെ ജീവിതം വളരെ സിമ്പിളാണ്. വളരെ ചെലവ് ചുരുക്കം. എന്ന് വെച്ചാൽ ഇപ്പോഴും വിറകടുപ്പിലൊക്കെ ജീവിക്കുന്ന അങ്ങനെ കുറേ മനുഷ്യർ ജീവിക്കുന്ന ഒരു നല്ല സ്ഥലം. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ലൈഫൊന്നും. പക്ഷേ ആ ഒരു ലൈഫിൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. കാരണം അത്ര മനോഹരമാണ് അവരുടെ ചുറ്റും. നോക്കിക്കേ എന്ത് ഭംഗിയാണ് ഇത് കണ്ട്. ആ ഒരു ക്ലൈമറ്റ് തന്നെ നമ്മളെ ഇതേതോ പണ്ടത്തെ ബ്രിട്ടീഷുകാർ വെച്ചതാന്ന് തോന്നും. എനിക്കറിയില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞതാണ്. പിന്നെയും ആ യാത്ര അങ്ങനെ പോയി 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 അങ്ങ് മല കയറി 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 ഞങ്ങളങ്ങ് എവിടെയെങ്ങാണ്ടൊക്കെയോ എത്തി. പോകുന്നത് കണ്ടോ? ആ കാണുന്നതാണ് നമ്മുടെ കൊളുക്കുമല. പക്ഷേ ആ കൊളുക്കുമലയ്ക്ക് പോകുന്ന വഴിയല്ല കേട്ടോ നമ്മൾ പോകുന്നത്. അതിൻ്റെ വഴി ചിരിഞ്ഞ് ചിരിഞ്ഞ് നേരെ വെച്ചിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഭംഗിയാണ് ആ കാണുന്ന വലിയ മലയുടെ അടിവാരത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുവാണ്. ഓരോ ഇലയ്ക്കും ഓരോ കളറല്ലേ നോക്കിക്കേ. കാടിൻ്റെ ഭംഗി. എൻ്റെ ഈ സ്പീഡ് പോകുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ, എന്നാലും അങ്ങോട്ട് ക്ഷമിച്ചേക്ക് കേട്ടോ. കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം കണ്ടോ ആ മലയുടെ അടുത്തേക്ക് എത്തിയിട്ടോ നമ്മൾ. കണ്ടോ അങ്ങ് ദൂരേത് നമ്മളെ ആ കണ്ട മലയുടെ തൊട്ടടുത്ത് എത്തി നോക്കിക്കേ. ശരിക്കും പറഞ്ഞാൽ ഈ മീശപ്പുലിമലയുടെ അടിയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷെ മുഴുവൻ അങ്ങ് എത്താൻ പറ്റൂല. കാരണം നമുക്ക് അവിടേക്ക് കയറണമെങ്കിൽ ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ വേണം. നമ്മൾ അവിടം വരെ ഒന്നും പോയില്ല. നമ്മൾ പോകുന്നത് സൈലന്റ് വാലിക്കാണ്. അവിടെ നമ്മൾ എത്തുന്നു. ദേ സൈലന്റ് വാലിയിൽ എത്തി. എല്ലാവരും യൂട്യൂബേഴ്സൊക്കെ ഇടുന്ന ഒരു കൊച്ചു ഗ്രൗണ്ട് കണ്ടിട്ടില്ലേ? അതാണ് ഇത്. അവിടെ ഒരു പള്ളി. പള്ളി കഴിഞ്ഞ് ഞങ്ങൾ ആ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി. അങ്ങ് ദൂരെയുള്ള ആ മലയാണ് മീശപ്പുലിമല. ആ മീശപ്പുലിമലയിലേക്ക് പോകുന്നതിന് 7 മല താണ്ടണം. എത്ര മലയാണെന്നറിയോ? 7. ഒരു മല 7 മലയും കൂടെ ഒന്നിച്ച് നമുക്ക് വീഡിയോയിലൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇത് കണ്ടോ ഒരു കൊച്ചമ്പലം. അതാണ്. പിന്നെ ഞങ്ങൾ അവിടെ മുന്നോട്ട് പോയി. അങ്ങ് അറ്റത്ത് വീണ്ടും ഈ മലയുടെ താഴ്വാരത്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ അടുത്തേക്ക് പോവാണ്. വഴിയൊക്കെ നല്ല അടിപൊളിയായിരുന്നിട്ട് നടുവിൻ്റെ അടപ്പ് ഇളകി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും. ആ ഗ്രൗണ്ടാണ് എല്ലാവരും. പക്ഷെ പച്ചപ്പരിവതാനി ഒന്നും വിരിച്ചല്ല കിടക്കുന്നത്. കാരണം വേനൽക്കാലം ആയതുകൊണ്ട് മുഴുവനും ഉണങ്ങി കരിഞ്ഞാ കിടക്കുന്നത്. എങ്കിലും ഇവിടെ ഒന്നും വെള്ളത്തിന് ക്ഷാമമില്ല കേട്ടോ. അങ്ങ് ദൂരെ കാണുന്ന ഒരു മല, വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? അങ്ങ് ദൂരെ ഒരു മലവെള്ളം വരുന്നുണ്ട്. അതായത് ഫ്രഷ് വാട്ടറാണ് ഇവിടെ ഉള്ളവർ കുടിക്കുന്നത്. ആ മലയിൽ നിന്ന് വരുന്ന വെള്ളം സ്ട്രെയിറ്റ്. അതിനിടയ്ക്ക് ഒരു വിഷാംശങ്ങളോ ഒന്നും കലരാതെ നമ്മുടെ കാട്ടിൽ വരുന്ന തെളിനീര് വെള്ളം എന്നൊക്കെ പറയത്തില്ലേ, മലവെള്ളം. ആ വെള്ളമാണ് അങ്ങ് ദൂരെ കാണുന്നത്. പിന്നെ അതിന് താഴെയാണ് തേയില വരുന്നത്. ആ ദൂരെ നിന്നുള്ള വെള്ളം ഏറ്റവും ഫ്രഷ് വാട്ടർ കുടിക്കുന്നത് ഞങ്ങളാണെന്ന് അവിടുത്തെ ചേട്ടന്മാരൊക്കെ നല്ല അഭിമാനത്തോടെ പറഞ്ഞു. നമ്മുടെ മുന്നിൽ ഒരു ഓട്ടോ ചേട്ടൻ പോകുന്ന അവസ്ഥ കണ്ടോ? നമ്മൾ അതിനെയൊക്കെ അവസ്ഥയിലാണ് നമ്മുടെ സ്കൂട്ടറും കൊണ്ട് പോകണേ. ദേ അങ്ങ് ദൂരെ അവിടെ ചെന്നപ്പോൾ കുറേ കൂട്ടുകാരെ കിട്ടിയിട്ടോ. അവരൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഏതോ വലിയ യൂട്യൂബറാന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ ഭയങ്കര സ്റ്റൈലായിട്ട് മലയൊക്കെ കയറി കാണിക്കുക കേട്ടോ. വീഡിയോ എടുക്കുവാണോ അക്ക എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ആ മലയുടെ അവിടെ നിന്ന് താഴ്വാരത്തിലുള്ള ഒരു അമ്പലമൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരാൻ തുടങ്ങുന്നു. തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി പോരുന്ന വഴിയാണേ. കണ്ടോ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ, കൊച്ച് അവരുടെ സ്വന്തം കൃഷികൾ, പിന്നെ ചെറിയ തേനരുവികൾ എന്നൊക്കെ പറയത്തില്ലേ. അത് മോളിൽ കാണുന്ന ഒരു അമ്പലമാണ്. അവിടെ ഭയങ്കര പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. ഒരു ഭയങ്കര ആംബിയൻസ് ആണ്. നമ്മളവിടെ ഒന്ന് പോകണം. നമ്മൾ വലിയ ടൗണിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടത്തില്ല. ഇവിടെയൊക്കെ വല്ലപ്പോഴും ഒന്ന് പോയി നമ്മുടെ ചാർലി സിനിമയിൽ ദുൽഖർ അല്ലെങ്കിൽ നമ്മുടെ DQ പറഞ്ഞ പോലെ ഇതൊക്കെ കാണാതെ തിരിച്ച് സ്വർഗത്തിലേക്ക് പോയിട്ട് എന്ത് കാര്യം? ഇതൊക്കെയാണ് നമ്മൾ